This is the purpose of your life and the purpose of God's call and election in your life. This is the great promises in the Bible that God calls you to obtain His kingdom and glory. എനിക്കായൊരു ഭവനം ഉയരെ അങ്ങുയരെ ഒരുങ്ങിയിടുന്നു ദൈവസന്നിധിയിൽ. ദൈവത്തിൻ കയ്യാൽ നിർമ്മിതമാം ഭവനം ഒരുങ്ങിയിടുന്നു അങ്ങുയരെ. എനിക്കായൊരു ഭവനം ഉയരെ അങ്ങുയരെ ഒരുങ്ങിയിടുന്നു ദൈവസന്നിധിയിൽ. ദൈവത്തിൻ കയ്യാൽ നിർമ്മിതമാം ഭവനം ഒരുങ്ങിയിടുന്നു അങ്ങുയരെ. പതിനായിരങ്ങളിൽ സുന്ദരനെ ഞാൻ കാണുമേ, തേജോമയനാമൻ പിതാവിനെ ഞാൻ കാണുമേ. പതിനായിരങ്ങളിൽ സുന്ദരനെ ഞാൻ കാണുമേ, തേജോമയനാമൻ പിതാവിനെ ഞാൻ കാണുമേ. Welcome to Kingdom and Glory of God. ദൈവരാജ്യത്തിലേക്കും അവൻ്റെ തേജസ്സിങ്കിലേക്കും എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് അവൻ്റെ രാജ്യവും തേജസ്സും പ്രാപിക്കുവാൻ വേണ്ടിയാണ്. ദൈവരാജ്യമെന്നാൽ അർത്ഥമെന്താണ്? ദ ഗവൺമെൻറ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ ഭരണം എന്നർത്ഥം. ദൈവരാജ്യത്തിൻ്റെ വ്യത്യസ്തമായ പ്രത്യക്ഷതകളെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. ഒന്നാമതായി, ദൈവത്തിൻ്റെ രാജ്യം ഒരു വ്യക്തിയിൽ ആരംഭിക്കുന്നു. ഒരുവൻ തൻ്റെ സ്വയത്തിൻ്റെ ഭരണത്തെ നിഷേധിച്ച് യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തെ അംഗീകരിച്ച് ദൈവിക ഭരണത്തെങ്കിലേക്ക് മടങ്ങി വരുമ്പോൾ അവൻ ദൈവരാജ്യത്തിലായി, ദൈവരാജ്യം അവനിലുമായി. ഇപ്പോൾ അവൻ തന്നെ ദൈവത്തിൻ്റെ രാജ്യമാണ്. രണ്ടാമതായി, യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് മടങ്ങി വരുമ്പോൾ ഇന്ന് ഭൂമിയിലുള്ള എല്ലാ ഭരണങ്ങൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും വാഴ്ചകൾക്കും കർത്തൃത്വങ്ങൾക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം, അതായത് ഭൂമിയുടെ ഭരണം, പിതാവാം ദൈവത്തെ തിരികെ ഏൽപ്പിച്ച് ഈ ഭൂമിയുടെ മുഖച്ഛായ തന്നെ മാറ്റി ഇതിനെ നവീകരിച്ച് 1000 വർഷത്തേക്ക് തൻ്റെ ഭരണം ഭൂമിയിൽ ആരംഭിക്കുമ്പോൾ ദൈവരാജ്യം ആക്ഷരികമായി ഈ ഭൂമിയിൽ പ്രത്യക്ഷമാകും. തൻ്റെ 1000 വർഷത്തെ ഭരണത്തിന് ശേഷം വർത്തമാനകാല ആകാശത്തെയും ഭൂമിയെയും നീക്കം ചെയ്ത് ഒരു പുതിയ ഭൂമിയും ആകാശവും സൃഷ്ടിച്ച് ദൈവം താൻ ശില്പിയായി നിർമ്മിച്ചതും സ്ഥിരവുമായിരിക്കുന്ന പുതിയ ജെറുസലേം എന്ന വിശുദ്ധ നഗരം സ്ഥാപിച്ച് ദൈവവും മനുഷ്യനും ഒരുമിച്ച് വാസം ആരംഭിക്കുമ്പോൾ നിത്യരാജ്യം സമ്പൂർണമായി പ്രത്യക്ഷമാകും. ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് അവൻ്റെ തേജസ്സും പ്രാപിക്കുവാൻ വേണ്ടിയാണ്. ദൈവ തേജസ് എന്നാൽ അർത്ഥമെന്താണ്? വിശുദ്ധ വേദപുസ്തക ചരിത്രത്തിൽ ഒരു മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് പ്രാപ്യമായ അളവിൽ ദൈവം തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ആ ദൈവീക പ്രത്യക്ഷതയ്ക്ക് പറഞ്ഞിരുന്ന പേരാണ് ദൈവ തേജസ്. ദർശനീയവും സ്പർശനീയവും ശ്രവണീയവുമായ ദൈവ സാന്നിധ്യമാണ് ദൈവ തേജസ്. The glory of God means the visible, tangible and the audible presence of God. ദൈവജീവൻ്റെ സമ്പൂർണമായ പ്രകടീകരണമാണ് അവൻ്റെ തേജസ്. ദൈവത്തിൻ്റെ തേജസ് എന്ന് പറഞ്ഞാൽ ദൈവം തന്നെയാണ്.
ഒരു ദൈവ പൈതലിൻ്റെ യഥാർത്ഥമായ അവകാശവും അനുഗ്രഹവും ഈ ഭൂമിയിലുള്ള യാതൊരു നന്മകളുമല്ല. സ്വർഗത്തിൽ ലഭിക്കുവാനിരിക്കുന്ന സവിശേഷമേറിയ പ്രതിഫലങ്ങളും പുതിയ ജെറുസലേമിൽ പ്രാപിക്കുവാൻ പോകുന്ന മനോഹരമേറിയ പാർപ്പിടങ്ങളും അവൻ്റെ യഥാർത്ഥമായ അവകാശമോ അനുഗ്രഹമോ അല്ല. ഒരു ദൈവ പൈതലിൻ്റെ യഥാർത്ഥമായ അവകാശവും അനുഗ്രഹവും സ്വർഗത്തിലെ പിതാവാം ദൈവമാണ്, അവൻ്റെ തേജസ്സാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ മറ്റെല്ലാ ഉപദേശങ്ങളും വെളിപ്പെടുത്തിയിരിക്കുന്നത് ദൈവരാജ്യത്തിൻ്റെയും ദൈവ തേജസ്സിൻ്റെയും വെളിപാടുകളെ അടിസ്ഥാനമാക്കിയാണ്. വീണ്ടും നിങ്ങൾക്കെല്ലാവർക്കും ദൈവരാജ്യത്തിലേക്കും അവൻ്റെ തേജസ്സെങ്കിലേക്കും ഹാർദവമായ സ്വാഗതം. കഴിഞ്ഞ 87 എപ്പിസോഡുകളിലായി നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ വേർഡ് ഓഫ് ഗാഡ്, ദൈവവചനത്തിൻ്റെ പ്രാധാന്യം എന്ന വിഷയത്തെക്കുറിച്ചാണ്. ദൈവവചനത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം തിരിച്ചറിയണമെങ്കിൽ മനുഷ്യവർഗത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്ക് വ്യക്തമായ ബോധ്യമുണ്ടായിരിക്കണം. മനുഷ്യൻ ദൈവത്തിൻ്റെ നിയമങ്ങൾ ലംഘിച്ച് അവനെതിരെ പാപം ചെയ്ത് പാപത്തിൻ്റെ ശിക്ഷയായ നിത്യമരണത്തിന് വിധിക്കപ്പെട്ടിരിക്കുകയാണ്. പിതാവാം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നുള്ള നിത്യമായ വേർപാടും ദൈവജീവൻ അനുഭവിക്കുവാൻ കഴിയാത്ത അവസ്ഥയ്ക്കാണ് നിത്യമരണമെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവജീവൻ്റെ പൂർണ്ണതയായ തേജസ് കൂടാതെ മനുഷ്യൻ അപൂർണനാണ്. ദൈവം തൻ്റെ ജീവൻ്റെ പൂർണ്ണതയായ തേജസ്സിനാൽ ഒരു മനുഷ്യൻ്റെ ആത്മാവിൽ നിറയുന്നില്ലെങ്കിൽ അവൻ ആത്മാവിൽ ദരിദ്രനാണ്. ദൈവം തൻ്റെ ജീവൻ്റെ പൂർണ്ണതയായ തേജസ്സിനാൽ ഒരു മനുഷ്യൻ്റെ പ്രാണനിൽ ഹൃദയത്തിൽ നിറയുന്നില്ലെങ്കിൽ അവൻ്റെ ഹൃദയത്തിൽ തകർച്ചകളും മുറിവുകളുമുണ്ട്. ഭയം, ദുഃഖം, നിരാശ തുടങ്ങി സകലവിധ നിഷേധാത്മക വികാരങ്ങളാലും അവൻ്റെ ഹൃദയം നിറഞ്ഞിരിക്കും. ദൈവം തൻ്റെ ജീവൻ്റെ പൂർണ്ണതയായ തേജസ്സിനാൽ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ നിറയുന്നില്ലെങ്കിൽ അവൻ്റെ ശരീരത്തിൽ ദ്രവത്വമുണ്ട്, രോഗമുണ്ട്, മരണമുണ്ട്. ദൈവം തൻ്റെ ഏകജാതനായ പുത്രൻ യേശുക്രിസ്തുവിനെ മനുഷ്യവർഗത്തിൻ്റെ പകരക്കാരനായ ഭൂമിയിലേക്ക് അയച്ച് അവൻ്റെ ക്രൂശ് മരണം മുഖാന്തരം മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി പാപത്തിൻ്റെ ശിക്ഷയായ നിത്യമരണത്തിൽ നിന്നും അവരെ രക്ഷിച്ചിരിക്കുകയാണ്. ഇപ്പോൾ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ഒരുവൻ്റെ ആത്മാവിലേക്ക് ദൈവത്തിൻ്റെ ജീവനും ആത്മാവും പ്രവേശിച്ച് അവനെ ദൈവത്തിൽ നിന്നും ജനിപ്പിച്ച് ദൈവത്തിൻ്റെ മകനാക്കി തീർക്കുകയാണ്. ഇനി ഓരോ നിമിഷവും ദൈവജീവൻ്റെ സമൃദ്ധിയിലേക്ക് അവനൊരു വളർച്ചയുണ്ട്. എങ്ങനെയാണ് ദൈവജീവൻ്റെ സമൃദ്ധിയിലേക്ക് വളരുന്നത്? യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്ന വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. അതായത് ഓരോ വിശുദ്ധ തിരുവെഴുത്തുകളും ദൈവജീവനാലും ആത്മാവാലും നിറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. വചനം ഒരുവനിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം ജീവനായിത്തീരുന്നു, ആത്മാവായിത്തീരുന്നു. വിശുദ്ധ വേദപുസ്തകം വായിക്കുന്നതും കേൾക്കുന്നതും പഠിപ്പിക്കുന്നതും ദൈവജീവൻ പ്രാപിച്ച് ജീവൻ്റെ സമൃദ്ധിയിലേക്ക് വളരുവാൻ വേണ്ടിയാണ്. ഏദൻ തോട്ടത്തിൽ ആദമിൻ്റെ മുമ്പാകെ ജീവൻ നൽകുന്ന വൃക്ഷവും അറിവ് നൽകുന്ന വൃക്ഷവും ഉണ്ടായിരുന്നു. ആദാം ജീവനെ ത്യജിച്ച് ജ്ഞാനത്തെ തെരഞ്ഞെടുത്തു. ഇന്നും ദൈവത്തിൻ്റെ ജനം ആദം ചെയ്ത അതേ പാപം വിശുദ്ധ വേദപുസ്തകം തുറക്കുമ്പോൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകം വായിക്കുന്നതും കേൾക്കുന്നതും പഠിപ്പിക്കുന്നതും ജീവൻ പ്രാപിക്കുവാൻ വേണ്ടിയാണോ അതോ കേവലം ജ്ഞാനം പ്രാപിക്കുവാൻ വേണ്ടിയാണോ? സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 20-ാം വാക്യം തുടങ്ങിയാണ് നാം പഠനം ആരംഭിച്ചത്. ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് ഏറെ ശ്രദ്ധ കൊടുക്കണം. ദൈവത്തിൻ്റെ വചനം എല്ലായ്പ്പോഴും വായിക്കണം, രാവും പകലും ധ്യാനിക്കണം, ഹൃദയത്തിൻ്റെ നടുവിൽ അവയെ സൂക്ഷിച്ചു വെക്കണം. യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ കേൾക്കുന്നത് എന്തെന്ന് സൂക്ഷിക്കണം. എന്താണ് നാം കേൾക്കേണ്ടത്? ജീവൻ്റെ സമൃദ്ധിയിലേക്ക്, ആത്മീക അഭിവൃദ്ധിയിലേക്ക് നമ്മെ വളർത്തിയെടുക്കുന്ന വചനങ്ങൾ.
ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ സഹായിക്കുന്ന വചനങ്ങൾ, തികഞ്ഞ പുരുഷത്വത്തിലേക്ക് ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവ് പ്രാപിക്കുവോളം നമ്മെ വളർത്തിയെടുക്കുന്ന, ദൈവത്തിൻ്റെ എല്ലാ നിറവോളം നിറഞ്ഞു വരുവാൻ സഹായിക്കുന്ന, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ നമ്മെ സഹായിക്കുന്ന, സ്വയത്തെ ത്യജിച്ച് താൻ്റെ ക്രൂശെടുത്ത് സമ്പൂർണ്ണ സമർപ്പണത്തിൽ കർത്താവിനെ അനുഗമിക്കുവാൻ സഹായിക്കുന്ന, ആത്മദേഹി ദേഹത്തിൻ്റെ സമ്പൂർണ്ണ വിശുദ്ധീകരണം സാധ്യമാക്കുന്ന, പാപത്തിൻ്റെ മീതെ, ജഡത്തിൻ്റെയും ലോകത്തിൻ്റെയും മോഹങ്ങളുടെ മീതെ, പിശാചിൻ്റെ സകല പരീക്ഷകളുടെയും തന്ത്രങ്ങളുടെയും മീതെ ജയാളികളാക്കി തീർത്ത് യേശു ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരാക്കി തീർക്കുന്ന ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് നാം ഏറെ ശ്രദ്ധ കൊടുക്കണം. 4-ാം അധ്യായം 22-ാം വാക്യമാണ് നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും അവരുടെ സർവ്വദേഹത്തിനും സൗഖ്യവുമാണ്. എങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് ലഭ്യമാകുന്നത്? വളരെ പ്രധാനപ്പെട്ട 8 പോയിൻറ്റ്സുകൾ നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 1, ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ നമ്മുടെ ഹൃദയത്തിലേക്കും ബുദ്ധിയിലേക്കും സ്വതന്ത്രമാക്കുക എന്നതാണ്. പരിശുദ്ധാത്മാവാണ് നമ്മെ വചനം പഠിപ്പിക്കുന്നത്, വചനം വെളിപ്പെടുത്തുന്നത്, വചനം നമ്മുടെ ഓർമ്മയിൽ കൊണ്ടുവരുന്നത്, സകല വചനങ്ങളും അനുസരിപ്പാൻ നമുക്ക് കൃപയും ശക്തിയും നൽകുന്നത്. രണ്ടാമതായി, നമ്മുടെ ഹൃദയത്തിൻ്റെ ദൃഷ്ടികളെ, ബുദ്ധിയെ തുറക്കുകയും പ്രകാശിപ്പിക്കുകയും ചെയ്യുകയാണ്. വീണുപോയ മനുഷ്യൻ്റെ ബുദ്ധിയിൽ ദൈവത്തെ സ്വീകരിപ്പാനോ വചനത്തിൻ്റെ സത്യം സ്വീകരിപ്പാനോ കഴിയുന്നതല്ല. പിശാച് അവൻ്റെ മനസ്സിനെ കുരുടാക്കി വച്ചിരിക്കുകയാണ്. എന്നാൽ യേശുവിങ്കിലേക്ക് വരുമ്പോൾ ദൈവം നമ്മുടെ ബുദ്ധിയെ തുറക്കുന്നു. ഓരോ പ്രാവശ്യവും വചനം കേൾക്കുമ്പോൾ, വചനം വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ദൃഷ്ടിയെ അവൻ പ്രകാശിപ്പിക്കുകയാണ്. എങ്കിൽ മാത്രമേ ആത്മീയ സത്യം നമുക്ക് സ്വീകരിപ്പാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ഓരോ പ്രാവശ്യവും നമ്മുടെ ബുദ്ധി പ്രകാശിപ്പിക്കപ്പെട്ട് വചനം സ്വീകരിച്ച് വചനത്തിൻ്റെ പുരോഗമനപരമായ വെളിപാടിലേക്ക് നാം വളരുന്നില്ലെങ്കിൽ നാം കുരുടന്മാരായി പോകും, ഹ്രസ്വദൃഷ്ടിയുള്ളവരായിത്തീരും, മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം പോലും മറന്നവരായിത്തീരുമെന്ന് നാം കഴിഞ്ഞ എപ്പിസോഡിൽ പഠിക്കാനിടയായിത്തീർന്നു. യോഹന്നാൻ എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. സഹോദരനെ പകയ്ക്കുന്നവനോ ഇരുട്ടിൽ ഇരിക്കുന്നു, ഇരുട്ടിൽ നടക്കുകയും ചെയ്യുന്നു. ഇരുട്ടവൻ്റെ കണ്ണ് കുരുടാക്കുകയാൽ എവിടേക്ക് പോകുന്നു എന്ന് അവൻ അറിയുന്നില്ല. അതായത് സഹോദരനെ സ്നേഹിക്കാത്തവൻ്റെ അവസ്ഥ പറയുകയാണ്. അവൻ ഇരുട്ടിലിരിക്കുന്നു, ഇരുട്ടിൽ നടക്കുന്നു, ഇരുട്ടവൻ്റെ കണ്ണ് കുരുടാക്കിയിരിക്കുകയാണ്. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് അവൻ്റെ നിത്യരാജ്യവും നിത്യജീവൻ, അതായത് നിത്യ തേജസ്സും പ്രാപിക്കുവാൻ വേണ്ടിയാണ്. ഈ ആത്മീയ സത്യം മനസ്സിലാക്കി നിത്യരാജ്യത്തിൻ്റെയും നിത്യ തേജസ്സിൻ്റെയും പ്രകാശനത്തിലേക്ക് ഒരുവൻ വളരുമ്പോൾ സകല ഉത്സാഹവും കഴിച്ച് അവൻ്റെ വിശ്വാസത്തോട് അനേകമായ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കണമെന്ന് പത്രോസിൻ്റെ 2-ാമത്തെ ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യം തുടങ്ങി നാം കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചിരുന്നു. അതിൻ്റെ 7-ാം വാക്യത്തിൽ കണ്ടത് ഭക്തിയോട് സഹോദരപ്രീതിയും സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളണം. ശരിയായ ആത്മീയ പരിജ്ഞാനത്തിൽ നിത്യജീവൻ്റെ പ്രകാശനത്തിൽ ഒരുവൻ ക്രമമായി വളരുന്നെങ്കിൽ അവൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ചില അനുഭവങ്ങളാണ് സഹോദരപ്രീതിയും സഹോദര സ്നേഹവും. നിത്യതയുടെ പ്രകാശനത്തിലും വെളിപാടിലും
ഒരുവൻ്റെ ബുദ്ധി പ്രകാശിക്കപ്പെട്ട് അതിൽ വളരുന്നെങ്കിൽ അവൻ തൻ്റെ സഹോദരന്മാരെ സ്നേഹിക്കാൻ തുടങ്ങും. ദൈവസ്നേഹത്തിൽ സകലരെയും അവൻ സ്നേഹിക്കാൻ തുടങ്ങും. ഒരുവൻ ആത്മീയത്തിൽ വളരുന്നു എന്നതിൻ്റെ പ്രകടമായ തെളിവാണ് സഹോദരപ്രീതിയും സഹോദര സ്നേഹവും എന്നുള്ളത്. ഈ സഹോദരപ്രീതിയും സ്നേഹമൊന്നും സ്വാഭാവികമായിട്ട് അല്ലെങ്കിൽ ഒരുവൻ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്ന ഒന്നല്ല, അവൻ്റെ തീരുമാനം കൊണ്ട് വരുന്ന ഒന്നല്ല. പിന്നെയോ നിത്യജീവൻ്റെ, നിത്യരാജ്യത്തിൻ്റെ, നിത്യ തേജസ്സിൻ്റെ പ്രകാശനത്തിൽ ഒരുവൻ വളരുമ്പോൾ, അവൻ്റെ ഹൃദയദൃഷ്ടി പ്രകാശിച്ച് വളരുമ്പോൾ ഉണ്ടാകുന്ന ആത്മീയ അനുഭവങ്ങളാണ്. അതുണ്ടാകുന്നില്ലെങ്കിൽ, ആ പ്രകാശനത്തിലേക്ക് ബുദ്ധി തുറന്ന് പ്രകാശിപ്പിക്കപ്പെട്ട് വളരുന്നില്ലെങ്കിൽ, സഹോദരനെ പകയ്ക്കുന്നവനാണെങ്കിൽ അവൻ ഇരുട്ടിലിരിക്കുന്നു, ഇരുട്ടിൽ നടക്കുന്നു, ഇരുട്ട് അവൻ്റെ കണ്ണ് കുരുടാക്കുകയാണ്. നിത്യജീവൻ്റെ, നിത്യ തേജസ്സിൻ്റെ, നിത്യരാജ്യത്തിൻ്റെ പ്രകാശനത്തിലേക്ക് ഒരുവൻ്റെ ബുദ്ധി തുറക്കുന്നില്ലെങ്കിൽ, ഹൃദയം വളരുന്നില്ലെങ്കിൽ, അവന് സഹോദരനെ സ്നേഹിക്കാൻ കഴിയത്തില്ല. അവനെ പകയ്ക്കുന്നവനായിത്തീരും. തന്നിമിത്തം അവൻ്റെ ഹൃദയം അധികമായി ഇരുണ്ടുപോകുകയാണ്. അവനുണ്ടാകുന്ന അനേക നഷ്ടങ്ങളെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 15-ാം വാക്യം പറഞ്ഞിരിക്കുന്നത്, അവൻ ദൈവകൃപയിൽ നിന്ന് വീണുപോകുകയാണ്. ഹൃദയത്തിൽ കയ്പിൻ്റെ വേര് മുളയ്ക്കുമ്പോൾ അവൻ ദൈവകൃപയിൽ നിന്നും വീണുപോകുന്നു. അതവൻ്റെ ആത്മദേഹി ദേഹത്തിൽ കലക്കമുണ്ടാക്കുന്നു. മാത്രമല്ല, അവൻ്റെ ആത്മദേഹി ദേഹത്തെ ഈ കയ്പും വെറുപ്പും സമ്പൂർണമായി അശുദ്ധമാക്കുകയാണ്. അവൻ്റെ മനസ്സും ഹൃദയവും അശുദ്ധമാകുന്നു, ഇരുണ്ടു പോകുകയാണ്. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 14-ഉം 15-ഉം വാക്യത്തിലൂടെ യേശുക്രിസ്തു പറഞ്ഞത്, സഹോദരനെ സ്നേഹിക്കാത്തവൻ, അവൻ്റെ കുറവുകളെ ക്ഷമിക്കാത്തവൻ, ദൈവം അവൻ്റെ പാപങ്ങളെ ക്ഷമിക്കുന്നില്ല, ദൈവം അവൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് കർത്താവ് വ്യക്തമായി പഠിപ്പിക്കുകയാണ്. അതുപോലെ മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 35-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും. എങ്ങനെയാണ്? ആ കൂട്ടുകാരൻ്റെ, കൂട്ടുദാസൻ്റെ ചെറിയ കടം ക്ഷമിച്ചു കൊടുക്കാത്ത ആ ദുഷ്ടനായ ദാസൻ്റെ ഒരിക്കൽ ക്ഷമിച്ചു കൊടുത്ത എല്ലാ കടങ്ങളും യജമാനൻ അവൻ്റെ മേൽ ചുമത്തിയതുപോലെ നിങ്ങൾ നിങ്ങളുടെ സഹോദരനോട് ക്ഷമിക്കുവാൻ തയ്യാറാകുന്നില്ലെങ്കിൽ, ഒരിക്കൽ ദൈവം നിങ്ങളോട് ക്ഷമിച്ച നിങ്ങളുടെ എല്ലാ പാപങ്ങളും നിങ്ങളുടെ മേൽ വീണ്ടും കണക്കിടുവാൻ സാധ്യതയുണ്ടെന്നാണ് കർത്താവ് ഈ വേദഭാഗത്തിലൂടെ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം തുടങ്ങി പ്രത്യേകിച്ച് 19-ാം വാക്യം വായിക്കുമ്പോൾ ജഡത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. അതിൽ പക, പിണക്കം, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ ഇവ പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കത്തില്ലെന്നാണ്. അതായത് സഹോദരനോട് പകയും പിണക്കവും ക്രോധവും ശാഠ്യവും മത്സരവും അസൂയമൊക്കെ ഉണ്ടെങ്കിൽ അവൻ ദൈവരാജ്യം അവകാശമാക്കത്തില്ലെന്നാണ്. അവൻ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പ്രകാശനം നഷ്ടപ്പെടുത്തുകയാണ്. കാരണം സഹോദരനെ പകയ്ക്കുന്നത് കൊണ്ട് അവൻ്റെ ഹൃദയം ഇരുണ്ടുപോയി, അവൻ്റെ ബുദ്ധി കുരുടാക്കപ്പെട്ടു, അവൻ ഇരുട്ടിലായിപ്പോയി.
ആത്മീയ സത്യം തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. മുൻകഴിഞ്ഞ പാപങ്ങളുടെ ശുദ്ധീകരണം പോലും അവൻ മറന്നുപോകുകയാണ്. അവൻ ദൈവരാജ്യം നഷ്ടപ്പെടുത്തുമെന്ന് കർത്താവ് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൽ വരുമ്പോൾ, അയോഗ്യമായ രീതിയിൽ കർത്തൃമേശ എടുത്താൽ, കർത്തൃമേശയിൽ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്താൽ അവൻ ശിക്ഷാവിധി തിന്നുന്നു, ശിക്ഷാവിധി കുടിക്കുന്നു. അവിടെ വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം ഭിന്നതയാണ്. സഹോദരവർഗത്തോട് നിരപ്പില്ലാതെ ഹൃദയത്തിൽ കയ്പ് വെച്ചുകൊണ്ട് കർത്താവിൻ്റെ മേശയിൽ പങ്കെടുത്താൽ അവൻ ശിക്ഷാവിധിക്ക് യോഗ്യനായിത്തീരുന്നു. അവൻ ക്രമേണ ബലഹീനനായിത്തീരുന്നു. ആത്മീയ ബലഹീനതയാണ്. അവൻ്റെ ഹൃദയത്തിൽ ദൈവസാന്നിധ്യമോ ദൈവജീവനോ അനുഭവിക്കാൻ കഴിയാതെ ഹൃദയം ശുഷ്കിച്ചു പോകുകയാണ്. ആത്മനിറവ് നഷ്ടപ്പെടുകയാണ്. തുടർന്ന് അവൻ രോഗിയായിത്തീരുന്നു. ദീർഘായുസ്സ് എത്തും മുമ്പ് അവൻ ഈ ഭൂമിയിൽ നിന്നും മാറ്റപ്പെടുകയാണ്. യോഹന്നാന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ മരണത്തിനായിട്ടുള്ള പാപത്തെക്കുറിച്ച് പറയുന്നു. ആ ലേഖനം മുഴുവനും പറഞ്ഞിരിക്കുന്നത് സഹോദരനെ പകയ്ക്കുന്നവനുണ്ടാകുന്ന നഷ്ടമാണ്. അവൻ ഇരുട്ടിലിരിക്കുന്നു, ഇരുട്ടിൽ വസിക്കുന്നു, ഇരുട്ടിൽ നടക്കുന്നു. ഇരുട്ട് അവൻ്റെ കണ്ണ് കുരുടാക്കിയിരിക്കുന്നു. അവൻ കള്ളനാണ്. അവൻ ദൈവത്തിൽ നിന്നും ജനിച്ചവനല്ല. അവൻ പിശാചിൻ്റെ മകനാണ്. ന്യായവിധി ദിവസത്തിൽ ദൈവത്തിൻ്റെ മുമ്പാകെ നിൽക്കുവാൻ അവന് ധൈര്യമുണ്ടാകയില്ല. മാത്രമല്ല, അവൻ കൊലപാതകനാണ്. അവൻ്റെ ഉള്ളിൽ നിത്യജീവൻ വസിച്ചിരിപ്പില്ല. അവൻ മരണത്തിൽ വസിക്കുന്നു. സഹോദരനെ പകയ്ക്കുന്നവൻ മരണത്തിൽ വസിക്കുകയാണ്. ആ പാപം അവനെ മരണത്തിങ്കിലേക്ക് നയിക്കുകയാണ്. നിത്യജീവൻ്റെ, നിത്യരക്ഷയുടെ, നിത്യരാജ്യത്തിൻ്റെ സമ്പൂർണമായ ദൈവിക സന്ദേശത്തിൻ്റെ വചനത്തിൻ്റെ പ്രകാശനം ഒരുവനിൽ വർദ്ധിക്കുന്നില്ലെങ്കിൽ അവൻ്റെ ബുദ്ധി ഇരുണ്ടുപോകുകയാണ്. നാം ഒരിക്കൽ പ്രകാശനം പ്രാപിച്ചവരാണ്. പക്ഷേ ആ പ്രകാശനത്തിൽ നാം വളരണം. വളരുന്നില്ലെങ്കിൽ നമുക്ക് വലിയ തോതിലുള്ള ആത്മീയ നഷ്ടമുണ്ടാകുമെന്ന് പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം നമുക്ക് കിട്ടണമെങ്കിൽ, അവ ജീവനും ആത്മാവുമായി തീരണമെങ്കിൽ, പരിശുദ്ധാത്മാവ് ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനാൽ നമ്മുടെ ബുദ്ധിയെ തുറക്കണം, നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണം. ഓരോ പ്രാവശ്യവും വചനം വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും നമ്മുടെ ബുദ്ധിക്ക് പ്രകാശനം വർദ്ധിച്ചുകൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ ദൈവകൃപയിൽ നമുക്ക് മുന്നേറുവാൻ കഴിയുകയുള്ളൂ. കിങ്ഡം ആൻഡ് ഗ്ലോറി മിനിസ്ട്രീസിൻ്റെ ആഫ്രിക്കൻ മിഷനിലേക്ക് എൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ആഫ്രിക്കയുടെ മിക്ക രാജ്യങ്ങളിലും തുടരുന്ന ആഭ്യന്തര യുദ്ധങ്ങളിൽ നിന്നും അഭയാർത്ഥികളായി യുഗാണ്ടയിൽ ജീവിക്കുന്ന 40 ലക്ഷത്തിലധികം വരുന്ന ജനങ്ങളുടെ മധ്യത്തിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.
ബൈബിൾ ട്രെയിനിങ് സെൻ്ററിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അനാഥരും ശാരീരിക വൈകല്യങ്ങളുമുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ബോർഡിംഗ് സ്കൂൾ, ഒരു കുഴൽക്കിണർ നിർമ്മാണ യൂണിറ്റ്, മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് തുടങ്ങിയവ ആരംഭിക്കുവാനുള്ള ഒരുക്കത്തിലാണ് നമ്മൾ.